എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. പടവലങ്ങ പരിപ്പ് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പടവലങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കറിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പും അതുപോലെ തന്നെ പടവലങ്ങയും ബാക്കിയുള്ള ചേരുവകളും കൂടി ഒന്നിട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള എടുത്താൽ മതി. ഒരു മീഡിയം സൈസിലുള്ള സവാള എടുക്കുക. വെളുത്തുള്ളിയും ഒരു 3 അല്ലി എടുത്തിട്ടുണ്ട്. പച്ചമുളക് 3, തക്കാളി 1. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 4 മുതൽ 5 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. തുവരപ്പരിപ്പിന് കുറച്ച് വേവ് കൂടുതലാണ്, അപ്പം അതനുസരിച്ചിട്ട് വെക്കുക. തുവരപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് വേറെ പരിപ്പൊക്കെ എടുക്കാവുന്നതാണ്. തൊലി കളഞ്ഞ ചെറുപയറും അതുപോലെ തന്നെ മസൂർ ദാലും ഒക്കെ എടുക്കാവുന്നതാണ്. അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ ഒരു അരപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മളൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ 2 അല്ലി വെളുത്തുള്ളി, 1 അല്ലി ചെറിയ ഉള്ളിയും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് എടുക്കണം. ഈ അരപ്പ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പും പടവലങ്ങയുടെ കൂട്ടിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാടങ്ങ് തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളവന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. തൃശ്ശൂർ ഭാഗത്തേക്കാണ് ഈ കറി കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്